നമസ്കാരം. H4 ഹെൽത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൃദയത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഈ ധമനികളിൽ തടസ്സം ഹൃദയപേശികളെ ദോഷകരമായി ബാധിക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ മരണകാരണങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ഹാർട്ട് അറ്റാക്കിനുള്ളത്. രോഗലക്ഷണങ്ങളും അപകട സാധ്യതാ ഘടകങ്ങളും അറിയുന്നതിലൂടെ നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനാകും. ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും വരാം. എന്നാൽ രാത്രി വൈകിയുള്ള ഹൃദയാഘാതം പലപ്പോഴും കൂടുതൽ അപകടകരമാണ്. 40കളിലുള്ള പുരുഷന്മാർക്ക് ജീവിതശൈലി ഘടകങ്ങൾ, സമ്മർദ്ദം, ജനിതകശാസ്ത്രം എന്നിവ ഹൃദയാഘാത സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒരു നിർണായക കാലഘട്ടമാണിത്. ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിയുന്നതിന്, പ്രത്യേകിച്ച് രാത്രി 10 മണിക്ക് ശേഷം നിങ്ങൾ അടിയന്തര വൈദ്യസഹായം തേടാൻ സാധ്യത കുറവായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കും. 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ പ്രത്യേകിച്ച് രാത്രി 10 മണിക്ക് ശേഷം കാണിക്കുന്ന ഹൃദയാഘാതത്തിന്റെ 7 മുന്നറിയിപ്പുകൾ ഇനി പറയുന്നവയാണ്. ഹൃദയാഘാതത്തിന്റെ പ്രധാന 7 ലക്ഷണങ്ങൾ. നെഞ്ചുവേദന അല്ലെങ്കിൽ അസ്വസ്ഥത. ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്ന് നെഞ്ചിലെ അസ്വസ്ഥതയാണ്. ഇത് സമ്മർദ്ദം, ഞെരുക്കം അല്ലെങ്കിൽ വേദന പോലെ പ്രകടമായേക്കാം. ഗ്യാസ് പ്രശ്നങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമായേക്കുമെങ്കിലും ഈ അസ്വസ്ഥതയെക്കുറിച്ച് മിനിറ്റ് നീണ്ടു നിൽക്കുകയോ മറ്റോ ചെയ്താൽ ഉടനടി വൈദ്യസഹായം തേടേണ്ടതാണ്. ശ്വാസം മുട്ടൽ. ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത് നെഞ്ചിലെ അസ്വസ്ഥതയുടെയോ അല്ലാതെയോ സംഭവിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ടൽ നിസ്സാരമായി കാണരുത്. ഉറക്കത്തിലോ അല്ലെങ്കിൽ ഇത് കിടക്കുമ്പോഴോ ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായേക്കാം. ഇത് ഹൃദയ സംബന്ധമായ തകരാറിന്റെ സൂചനയായി തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. കുളിര് തോന്നുകയും ഒപ്പം വിയർക്കുകയും ചെയ്യുന്നത് ഇതൊരു ഹൃദയാഘാത ലക്ഷണമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ശാരീരിക അധ്വാനം കൂടാതെ ഇത്തരം ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അത് ഹൃദയ പ്രശ്നത്തെ സൂചിപ്പിക്കുന്നു. ഓക്കാനം അല്ലെങ്കിൽ തലകറക്കം. ഓക്കാനം, തലകറക്കം എന്നിവ പലപ്പോഴും വയറ്റിലെ പ്രശ്നങ്ങളെയോ ക്ഷീണമുണ്ടോ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ ലക്ഷണങ്ങൾ ഹൃദയാഘാതത്തെ സൂചിപ്പിക്കാം. മറ്റ് ശരീര ഭാഗങ്ങളിലെ വേദന. നെഞ്ചിന് പുറമെ തോളുകൾ, പുറം, താടിയെല്ല്, വയറ് എന്നിവിടങ്ങളിലെ വേദന. പുരുഷന്മാർ എല്ലായ്പ്പോഴും ഈ വേദനകളെ ഹൃദയ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കണമെന്നില്ല. എന്നിരുന്നാലും ഈ അസ്വസ്ഥതകളിൽ എന്തെങ്കിലും മറ്റ് ലക്ഷണങ്ങളോടൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് പ്രധാനമാണ്. വിട്ടുമാറാത്ത ക്ഷീണം. വിട്ടുമാറാത്ത ക്ഷീണം പലപ്പോഴും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. തിരക്കേറിയ ജീവിതം, നിരന്തരമായ ക്ഷീണം എന്നിവ സമ്മർദ്ദമോ വിശ്രമമില്ലായ്മയോ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഈ ക്ഷീണം വിട്ടുമാറാത്തതും മറ്റ് ലക്ഷണങ്ങളോടൊപ്പവുമാണ് വരുന്നതെങ്കിൽ ഇത് ഹൃദയ സംബന്ധമായ തകരാറിനെ സൂചിപ്പിക്കുന്നു. ഉത്കണ്ഠ. ചില പുരുഷന്മാർക്ക് ഹൃദയാഘാതത്തിന് മുമ്പ് ഉത്കണ്ഠ അനുഭവപ്പെട്ടേക്കാം. ഈ മനഃശാസ്ത്രപരമായ അടയാളം ഹൃദയാഘാതത്തിന് മുമ്പ് ഉണ്ടാകുന്നവരുണ്ട്. അതിനാൽ വ്യക്തമായ കാരണങ്ങളില്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആ സമയത്ത് ശാരീരിക ലക്ഷണങ്ങളും അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് നിർണായകമാണ്. 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ ഹൃദയാഘാതം കൂടുതലായി കണ്ടുവരുന്നു. എന്നാൽ രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിലൂടെ തടയാനും നിയന്ത്രിക്കാനും കഴിയും. ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, പ്രത്യേകിച്ച് രാത്രി വൈകി, എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ആരോഗ്യപരമായ ജീവിതശൈലിക്കും ചിട്ടയായ വൈദ്യ പരിചരണത്തിനും മുൻഗണന നൽകുന്നത് അപകട സാധ്യത കുറയ്ക്കും. ഓർക്കുക, ഹൃദയാഘാതത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ജാഗ്രതയാണ് നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ്.